ഞാൻ ലൈഫ് ഓഫ് മാംഗ്രോ പടം കണ്ടിറങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഇതൊരു കൊമേഴ്സ്യൽ രീതിയിലുള്ള പടം കാണുന്ന ലാഘവത്തോടെ കാണാൻ പറ്റുന്ന പടമല്ല. കാര്യം ഇതൊരു സമാന്തര ചിത്രമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുമല്ല. കാര്യം നല്ല ഗാനങ്ങളുണ്ട്. മനുഷ്യനെ ത്രസിപ്പിക്കുന്ന ഒരു ചിന്തയ്ക്ക് അതീതമായുള്ള പ്രവർത്തനങ്ങളാണ് സ്ക്രിപ്റ്റ് വർക്ക് നടന്നിരിക്കുന്ന ചിത്രത്തിൽ. കാര്യം ഒരു ക്യാൻസർ അവെയർനെസ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി കാണുന്ന പോലെ അല്ല പടം ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു കൊച്ചുകുട്ടിക്ക് ഒരു 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കേന്ദ്ര കഥാപാത്രം ചെയ്യുന്ന കൊച്ചുകുട്ടിയുടെ ജീവിതത്തിൽ ക്യാൻസർ എന്ന രോഗം വന്ന് പിടിപെട്ടാൽ എന്താണ് സംഭവിക്കുക, അതിനോട് എങ്ങനെ അതിജീവിക്കുന്നു, ഒരു അതിജീവതയാണ് ആ കുട്ടി. അത് വ്യക്തമായി സംവിധായകൻ NN ബൈജു വരച്ചു കാട്ടപ്പെടുന്നുണ്ട് ഈ ചിത്രത്തിലൂടെ. പിന്നെ മനോഹരമായ ഗാനങ്ങളുണ്ട്, കേട്ടിരിക്കാനും ഹൃദയസ്പർശിയായ കഥയുമാണ് കണ്ടിരിക്കുന്നത്. പിന്നെ ആ കുട്ടിയുടെ ഒരു ക്യാൻസർ ബാധിച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ പൊതുലോകത്ത് പെട്ടെന്ന് മരണപ്പെടുന്നു, അങ്ങനെ ഗ്രേഡ് നോക്കി തരംതിരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. പക്ഷേ അതിലുപരി ഒരു സ്വാന്തനം നൽകുന്ന ടീച്ചേഴ്സ്, അധ്യാപകരുടെ ക്യാരക്ടർ ചെയ്യുന്ന സുധീർ കരമന, നിയാസ് ബക്കർ, അതുപോലെ ഒരു പേടിപ്പെടുത്തുന്ന ക്യാരക്ടർ രാജേഷ് കോബ്ര, ഇവരൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ നല്ല ജോസി ആലപ്പുഴയുടെ പശ്ചാത്തല സംഗീതം, നല്ല ക്യാമറ, DOP നിതിൻ്റെ, നല്ല രീതിയിലുള്ള വർക്കുകൾ നടന്നൊരു ചിത്രമാണ് ലൈഫ് ഓഫ് മാംഗ്രോ. തീർച്ചയായും ഇതൊരുപാട് ഫെസ്റ്റിവലിലൊക്കെ കളിക്കപ്പെടേണ്ട ചിത്രമാണ്. ഇത്തരം ഒരു ശരിക്കും പറഞ്ഞാൽ മോട്ടിവേഷനാണ്, ഈ ക്യാൻസർ രോഗികൾക്കുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഈ ചിത്രം. എല്ലാ പ്രേക്ഷകരിലേക്കും ഇത് എത്തണം. ഇത്തരം ചിത്രങ്ങളും പ്രേക്ഷകർ കാണണം. ഒരുപാട് മേഖലകളിലൊക്കെ പോയി ഇതിൻ്റെ വിജയപ്രദമാകേണ്ട ഒരു ചിത്രം കൂടിയാണ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഒപ്പം തന്നെ എനിക്ക് എൻ്റെ PRO വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം എന്താ പറയുക, അഭിമാനം തോന്നുന്നു. കാര്യം ഈ ലൈഫ് ഓഫ് മാംഗ്രോ പോലുള്ള ചിത്രം പ്രേക്ഷകരിലേക്ക് ഒരുപാട് എത്തിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടി മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു.